ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ 2ാമത്തെ ചാപ്റ്ററായ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നതിൻ്റെ 2ാം ഭാഗമാണ്. അഡിഷൻ്റെയും സബ്സ്ട്രാക്ഷൻ്റെയും ബേസിക്സ് അറിയാത്ത കുട്ടികൾക്കായി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് ലഭിക്കുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെൻസിൽ കമ്പനിയെ കുറിച്ച് പഠിച്ചിരുന്നല്ലേ. ഇനി എന്താണ് നെക്സ്റ്റ്? മെൻമാ സ്റ്റോർ. മെൻമാ സ്റ്റോർ വാണ്ട്സ് 1000 പെൻസിൽ. എന്താണ്? മെൻമാ സ്റ്റോറിന് എത്ര പെൻസിൽ വേണം? 1000 പെൻസിൽസ് വേണം. മിൻഹ ആൻഡ് ഹെർ ഫാദർ പാക്ക്ഡ് 2 ബാഗ്സ് വിത്ത് ദി സെയിം നമ്പർ ഓഫ് ബോക്സസ് ഇൻ ഈച്ച്. എന്താണ്? മിൻഹയും അവളുടെ ഫാദർ എന്താണ് ആ പെൻസിലെല്ലാം 2 ബാഗിൽ പാക്ക് ചെയ്തു. ഇങ്ങനെ സെയിം നമ്പർ ഓഫ് ബോക്സസ് ആക്കിയിട്ട്, ഇതിലും സെയിം ആണ് ഇതിലും സെയിം ആണ്, അങ്ങനെ 1000 പെൻസിൽസ് പാക്ക് ചെയ്തു. ഹൗ മെനി പെൻസിൽസ് വെർ ദർ ഇൻ ഈച്ച് ബാഗ്? അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽ ഉണ്ടാവും? ടോട്ടൽ എത്ര പെൻസിലാണ്? 1000 പെൻസിൽസ് ആണ് അല്ലേ. അപ്പം ഇതിലും ഈക്വൽ ആണെങ്കിൽ അതിൽ എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ? 1000ന്റെ പകുതി എത്രയാണ്? 500 അല്ലേ. 500 + 500 ആണ് 1000. അപ്പം ഇതിലും 500 ഇതിലും 500. അപ്പം ഇവിടെ എന്താണ് ഒരു പിക്ചർ ഉണ്ട് അല്ലെ. ഇതിലെന്താണ് മിൻഹ പറയുന്നത്? സോ ഹെവി അല്ലെ. 500 പെൻസിൽസ് മിൻഹനോട് പൊക്കാൻ കഴിയുന്നില്ല. ഫാദർ എന്താ പറഞ്ഞത്? ഹിയർ ലെറ്റ് മീ ഷിഫ്റ്റ് സം ഓഫ് ദി ബോക്സസ് ടു ദിസ്. എന്താണ്? കുറച്ച് ബോക്സ് എന്റെ ബാഗിലേക്ക് ഇട്ടോളൂ എന്ന് പറയാണ് അല്ലേ. മിൻഹക്ക് പൊന്തുന്നില്ല. അപ്പൊ എങ്ങനെയാണ് അത്? മിൻഹ ഓരോന്ന് ഫസ്റ്റ് ഒരു 100 ബോക്സ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ ആ ഫാദറിന്റെ എത്ര ആവും അല്ലെ? 500 ഒന്നുകൂടി 600 ആവും. ഇന്നൊരു 100 കൂടി ഇട്ടാൽ എത്ര ആവും അല്ലെ? മിൻഹന്റെ ഒരു 100 കൂടി കുറയും, ഫാദറിന്റെ ഒരു 100 കൂടി കൂടും. അങ്ങനെ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക്. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? ഓരോ ബാഗിലും എത്ര പെൻസിൽസ് ഉണ്ടാവും? ഫസ്റ്റ് എന്താണ്? മിൻഹന്റെ ബാഗിൽ 300 പെൻസിൽ ആണെങ്കിൽ ഫാദറിന്റെ എത്ര ഉണ്ടാവും? 700 ഉണ്ടാവും. ടോട്ടൽ എത്രയാണ്? 1000 പെൻസിൽസ് ആണ് അല്ലേ. ഒരു കാൽക്കുലേഷൻ അവിടെ തന്നിട്ടുണ്ട്. മിൻഹന്റെ 300 പെൻസിൽസ് ഉണ്ട് പറയുമ്പോൾ അല്ലേ, 500ന്ന് 200 ഇതിലേക്ക് കൊടുത്തു അല്ലേ. 200 കുട്ടിയാൽ ഫാദറിന്റെ 700 ആയി. ദെൻ നെക്സ്റ്റ് എന്താണ്? മിൻഹന്റെ 100 ഉള്ളൂ. മിൻഹന്റെ ബാഗിൽ 100 ഉള്ളൂ, ബാക്കിയൊക്കെ ഫാദറിന്റെയിലേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫാദറിന്റെ ബാഗിൽ എത്ര ഉണ്ടാവും അല്ലേ? ഈ 500ല് ബാക്കി 1000 എത്താൻ എത്ര വേണം? 900 അല്ലേ. 900 + 100 ആണ് 1000 അല്ലേ. അപ്പൊ ഇവിടെ 900 ഇത്. മിൻഹന്റെ ബാഗിൽ 200 പെൻസിലാണ്. 200 പെൻസിലാണെങ്കിൽ ഫാദറിന്റെ ബാഗിൽ എത്ര ഉണ്ടാവും അല്ലേ? 800. 800 + 200 അല്ലേ 1000. ഓക്കെ. ദെൻ മിൻഹന്റെ ബാഗിൽ 400 പെൻസിൽസ്. 400 ആണെങ്കിൽ ഫാദറിന്റെ ബാഗിൽ എത്ര ഉണ്ടാവും? ബാക്കി എത്ര ഉണ്ടാവും? 600 അല്ലേ. 400 + 600 ആണ് 1000 അല്ലേ. മിൻഹന്റെ ബാഗിൽ ആദ്യം 500 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊരു 100 ഫാദറിന് കൊടുത്താൽ ഫാദറിന്റെ എന്താവും? 600 ആയില്ലേ. 500ലേക്ക് ഒരു 100 കൂടി കൂട്ടി. മിൻഹന്റെ ഒരു 100 കുറഞ്ഞു. അപ്പൊ എന്തായി? 400 ആയില്ലേ. 400 + 600 1000 ആണ്. അപ്പൊ ടോട്ടൽ 1000 ആയിരിക്കാം. എങ്ങനെയൊക്കെ നമുക്ക് ഈ 2 ബാഗിലും അത് ഡിവൈഡ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ്? നന്മ സ്റ്റോർ. ദേ ഗേവ് 800 പെൻസിൽസ് ടു നന്മ സ്റ്റോർ ഇൻ 2 ബാഗ്സ്. നന്മ സ്റ്റോറിന് വേണ്ടിയിട്ട് അവർ എങ്ങനെയാണ് 800 പെൻസിൽ 2 ബാഗിലാക്കി കൊടുത്തു. നേരത്തെ 1000 പെൻസിൽസ് ആയിരുന്നു 2 ബാഗിൽ. ഇപ്പൊ 800 പെൻസിൽസ് 2 ബാഗിലായിട്ട് കൊടുത്തു. ഹൗ മെനി പെൻസിൽസ് ഇൻ ഈച്ച് ബാഗ്? അങ്ങനെയാണെങ്കിൽ ഓരോ ബാഗിലും എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കും? ഈ ഈക്വൽ ആയിട്ടാണെങ്കിൽ ഫസ്റ്റത്തെ ബാഗിൽ 400 ആണെങ്കിൽ രണ്ടാമത്തെ ബാഗിലും 400. അപ്പൊ 800 ആയി. പിന്നെ നമുക്ക് 800നെ ഏതൊക്കെ രീതിയിൽ എഴുതാം അല്ലെ? ഫസ്റ്റത്തെ ബാഗിൽ 100 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 800 എത്താന് അല്ലെ. 800 - 100 ചെയ്താൽ മതി. 800ന്ന് 100 പോയാൽ ബാക്കി 700 കൂടി ഉണ്ടാവും. 700 ഇവിടെ എഴുതാം. 700 + 100 അല്ലേ 800. ഇവിടെ ഫസ്റ്റത്തെ ബാഗിൽ 200 ആണെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ടാവും അല്ലെ? 800 - 200 ചെയ്താൽ മതി. ടോട്ടൽ നമുക്ക് 800 ആണ് കിട്ടേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ ബാഗിൽ 200 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും ബാലൻസ് അല്ലെ? 800 - 200 എത്രയാണ്? 600. 600 + 200 അല്ലേ 800. ദെൻ ഫസ്റ്റത്തെ ബാഗിൽ 300 ആണ്. 300 ആണെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ടാവും അല്ലെ? 300 + എത്രയാണ്? 800. 300 + 500 അല്ലേ 800. ഫസ്റ്റത്തെ ബാഗിൽ 300 ആണെങ്കിൽ രണ്ടാമത്തെ ബാഗിൽ എത്ര ഉണ്ടാവും? ഇത് കണ്ടുപിടിക്കാൻ 800 - 300 ചെയ്താൽ മതിയില്ലേ. അപ്പൊ 500 കിട്ടും. അപ്പൊ ആ 500 ഇവിടെ എഴുതുക. സ്പ്ലിറ്റ് ഇൻ ടു ഹൺഡ്രഡ്സ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഹൺഡ്രഡ്സിന്റെ സ്പ്ലിറ്റ് ആക്കി എഴുതാനാണ്. ഇവിടെ സെന്ററിൽ എന്താണ് 700 തന്നിട്ടുണ്ട്. അപ്പൊ ഈ 700നെ നമുക്ക് എങ്ങനെ 100 ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഫസ്റ്റ് 300 + 400 എന്താണ്? 700 ആണ്. ഇനി ഏതൊക്കെ രീതിയിൽ നമുക്ക് 700 കിട്ടും അല്ലെ? ഇനി ഫസ്റ്റ് 200 ആണെങ്കിൽ 200 + 500 അല്ലെ. 200 + 500 ആണ് 700. ഇനി എങ്ങനെ? ഫസ്റ്റത്തെ 100 ആണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 700 - 100 എത്രയാണ്?
600 അല്ലേ? അപ്പൊ 100 പ്ലസ് 600 അല്ലേ 700. അപ്പൊ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് 700 കിട്ടുക? അതാണ് ഈ 3 രീതിയിൽ 3 വേയിലുള്ളതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഇവിടെ 600 ഉണ്ട് അല്ലേ? നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ 600 കിട്ടും? ഫസ്റ്റ് നമുക്ക് എന്താണ് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താല് 6ന്റെ പകുതി എത്രയാണ്? 3 അല്ലേ? അപ്പൊ 3 പ്ലസ് 3 ആണ് 6. അപ്പൊ 600ന്റെ പകുതി എത്രയാണ്? 300 ആണ്. അപ്പൊ 300 പ്ലസ് 300 എന്താണ്? 600 ആണ്. പിന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എഴുതാം? 100 പ്ലസ് എത്രയാണ്? 600. 100 പ്ലസ് 500 അല്ലേ 600. ദെൻ എങ്ങനെയാ 200 പ്ലസ് എത്രയാണ് 600 കിട്ടുക അല്ലെ? 600 മൈനസ് 200 ചെയ്താൽ മതി അല്ലെ? 400. 200 പ്ലസ് 400 എത്രയാണ്? 600 ആണ്. ഇങ്ങനെ ഏതൊക്കെ വേല് 600 കിട്ടും. ഇനി ഇവിടെ എന്താണ്? 900 ഉണ്ട് അല്ലെ? ഇനി ഏതൊക്കെ വേല് നമുക്ക് 100 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? 900 ഏതൊക്കെ വേല് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? 100 പ്ലസ് എത്രയാണ്? 900. 100 പ്ലസ് 800 അല്ലേ 900. ദെൻ 200 പ്ലസ് എത്രയാണ്? 900. 200 പ്ലസ് 700 ആണ് 900. 200 പ്ലസ് 700. 7, 8, 9. 7 പ്ലസ് 2 അല്ലേ 9. 7, 8, 9. അപ്പൊ 9. ഇനി ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ 9 നോക്കിയാൽ മതി. പിന്നെ 2 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ 300 ആണെങ്കിൽ എത്ര ഉണ്ടാവും? 3 പ്ലസ് എത്രയാണ് 9 കിട്ടുക? 3, 4, 5, 6, 7, 8, 9. 3 പ്ലസ് 6 അല്ലേ 9. 3 പ്ലസ് 6 ആണ് 9 അല്ലേ? അപ്പൊ 300 പ്ലസ് 600 എന്താണ്? 900 കിട്ടും. ഇവിടെ 4 ആണെങ്കിൽ 4 പ്ലസ് എത്രയാണ് 9? 4, 5, 6, 7, 8, 9 അല്ലേ? 9ലേക്ക് എത്താൻ എത്ര വേണം? 1, 2, 3, 4, 5 അല്ലേ? 5 കൂടി ആഡ് ചെയ്താലാണ് 5 പ്ലസ് 4 ആണ് 9. അപ്പൊ 400 പ്ലസ് 500 ആണ് 900. നെക്സ്റ്റ് എന്താണ്? ഈക്വൽ സ്പ്ലിറ്റ് അല്ലെ? ഇവിടെ എന്താണ്? സ്പ്ലിറ്റ് ഇൻറ്റു 100 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിരുന്നു പറഞ്ഞത്. ഇവിടെ ഈക്വൽ സ്പ്ലിറ്റ് ആണ്. ഈക്വൽ ആയിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത്. ഈക്വൽ ആയിട്ട് 100 പ്ലസ് 100 എത്രയാണ്? 200. 1 പ്ലസ് 1 എന്താണ്? 2 അല്ലേ? 200. ഇനി എന്താണ്? ഈക്വൽ ആയിട്ടാണ്. 500നെ നമ്മൾ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഈ രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള നമ്പർ ആയിരിക്കണം വേണ്ടത്. ഓക്കെ. അപ്പൊ 500നെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 250 ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ഒരു 250. ഇവിടെ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഒരു 250 കൂടി എഴുതി കൂട്ടി നോക്കൂ. 250 പ്ലസ് 250 എന്താണ്? 500 ആണ്. ദെൻ 300 പ്ലസ് 300 എത്രയാണ്? 300 പ്ലസ് 300 600 ആണ്. 3 പ്ലസ് 3 6, 600. ദെൻ 700നെ നമുക്ക് എങ്ങനെ ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെ? 300 പ്ലസ് 300 600 ആണ്. അപ്പൊ ഒരു 100 കൂടി കൂട്ടിയാലല്ലേ 700 കിട്ടുക. അപ്പൊ 350 പ്ലസ് 350 അല്ലേ 700. 350 പ്ലസ് 350 എത്രയാണ്? 700. 800നെ നമുക്ക് 400 പ്ലസ് 400 ആണ്. 4 പ്ലസ് 4 ആണ് 8. 9നെ അപ്പൊ ഇങ്ങനെ ഒരു 100 കൂടി കൂട്ടിയാല് 900 ആയില്ലേ? അപ്പൊ ഇങ്ങനെ ഇതിലേക്ക് ഇവിടേക്ക് ഒരു 50 ആഡ് ചെയ്യുക, ഈ ഭാഗത്തേക്ക് ഒരു 50 ആഡ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 100 കൂട്ടിയില്ലേ നമ്മള്? അപ്പൊ 900 കിട്ടും. അപ്പൊ എന്താണ്? 450 പ്ലസ് 450 എന്താണ്? 900 ആണ്. ആഡ് ചെയ്ത് നോക്കൂ. 450 പ്ലസ് 450 0 0 5 പ്ലസ് 5 10 0 1 ബാലൻസ് 4 പ്ലസ് 4 8 9 900 കിട്ടിയില്ലേ? അപ്പോൾ 450 പ്ലസ് 450 നമുക്ക് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 100s ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തത്. ഇവിടെ ഈക്വൽ ഈ നമ്പർ തന്നെ ആയിരിക്കണം ഈ സൈഡിലും. നെക്സ്റ്റ് എ മിസ്റ്റേക്ക്. എന്താണ്? ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് അല്ലേ? എന്താണ് ആ തെറ്റ്? മിൻഹ വാസ് ആസ്ക്ഡ് ടു പാക്ക് 870 പെൻസിൽസ് ഫോർ ദി സ്കൂൾ. മിൻഹനോട് എന്താണ്? 870 പെൻസിലാണ് പാക്ക് ചെയ്യാൻ പറഞ്ഞത് സ്കൂളിന് വേണ്ടിയിട്ട്. ഇൻ പാക്കറ്റ്സ് ഓഫ് 100 and 10. എന്താണ്? 100ന്റെയും 10ന്റെയും പാക്കറ്റ് ആക്കിയിട്ടാണ് പാക്ക് ചെയ്യാൻ പറഞ്ഞത്. ഷീ ഫിൽഡ് 7 പാക്കറ്റ്സ് ഓഫ് 100. മിൻഹ എങ്ങനെയാണ് ഫിൽ ചെയ്തത്? 7 പാക്കറ്റ്സ് ഓഫ് 100. 100ന്റെ 7 പാക്കറ്റ് ആൻഡ് 8 പാക്കറ്റ്സ് ഓഫ് 10. 10ന്റെ 8 പാക്കറ്റ്. 8 പാക്കറ്റും 7 പാക്കറ്റും ആയിട്ടാണ് മിൻഹ പാക്ക് ചെയ്തത്. ഹൗ മെനി ഡിഡ് ഷീ പാക്ക് ഇൻ ആൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ് അവൾ പാക്ക് ചെയ്തത്? ഹൗ മെനി മോർ ആർ ദർ ടു ബി പാക്കഡ് അല്ലെ? ഇനി എത്ര പാക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്? മിൻഹക്ക് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഓൺ റീഡിംഗ് ദി പ്രോബ്ലം. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി ഇത് വായിച്ചിട്ട് അല്ലെ? മിൻഹ വാസ് ആസ്ക്ഡ് ടു പാക്ക് 870 പെൻസിൽസ്. അതേതാ ഇവിടെ? എന്താണ്? 870 പെൻസിൽസ് പാക്ക് ചെയ്യാൻ പറഞ്ഞു. ദെൻ അതിലെങ്ങനെയാണ് മിൻഹ പാക്ക് ചെയ്തത് അല്ലെ? ഷീ ഫിൽഡ് 7 പാക്കറ്റ്സ് ഓഫ് 100.
8 പാക്കറ്റ്സ് ഓഫ് 100 ആൻഡ് 8 പാക്കറ്റ്സ് ഓഫ് 10. 8 പാക്കറ്റ്സ് ഓഫ് 10. അപ്പൊ മിൻഹ ഇങ്ങനെ രണ്ട് വേലാണ് പാക്ക് ചെയ്തത് അല്ലെ. 7 പാക്കറ്റ്സ് ഓഫ് 100 എന്ന് പറയുമ്പോ എത്രയാണ്? 7 into 100 അല്ലേ? 100 എണ്ണമുള്ള 7 പാക്കറ്റ്. 1 2 3 4 5 6 7. 7 പാക്കറ്റ്സ് ഓഫ് 100. 100 പെൻസിലുള്ള 7 പാക്കറ്റ്. 100 പെൻസിൽസ് ഉള്ള 7 പാക്കറ്റ്. അങ്ങനത്തെ 7 പാക്കറ്റുകളും പിന്നെന്താണ് 8 പാക്കറ്റ്സ് ഓഫ് 10 അല്ലേ. ഇങ്ങനത്തെ 8 പാക്കറ്റ്, 10 പെൻസിലുള്ള 8 പാക്കറ്റ്. 1 2 3 4 5 6 7 8. 8 പാക്കറ്റിൽ എന്താണ് 10 പെൻസിൽ വീതമാണ് മിൻഹ വെച്ചത്. ഇവിടെ ഈ ടോട്ടലും ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മിൻഹ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ നമുക്ക് കിട്ടി. ഫസ്റ്റ് എത്ര ഉണ്ട് അല്ലേ? 7 പാക്കറ്റ്സ് ഓഫ് 100 അല്ലേ. 100 7 പാക്കറ്റ് അല്ലേ. 7 പാക്കറ്റ് ആഡ് ചെയ്താൽ 0 0 1 2 3 4 5 6 7 700 അല്ലേ. പിന്നെ 8 പാക്കറ്റ്സ് ഓഫ് 10 1 2 3 4 5 6 7 8 80. 8 പാക്കറ്റ്സ് ഓഫ് 10 എന്ന് പറയുമ്പോൾ ടോട്ടൽ പെൻസിൽ എന്താണ്? 80. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടി? 700 പ്ലസ് 80 എത്രയാണ് അല്ലേ? 0 8 7 780. അപ്പൊ 780 പെൻസിൽസ് ആണ് മിൻഹ പാക്ക് ചെയ്തത്. ഇനി മോർ ആർ ദർ ടു ബി പാക്ക്ഡ്. ഇനി എത്ര പാക്ക് ചെയ്യണം അല്ലെ? ടോട്ടൽ എത്രയാണ്? 870 പെൻസിൽസ് ആണ് അല്ലെ. മിൻഹ പാക്ക് ചെയ്തത് 780 പെൻസിൽസ് ആണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ടെന്നാണ്? 780 മൈനസ് ചെയ്താൽ മതി അല്ലേ. 0 ഇവിടെ നിന്ന് എന്താണ്? 8ന്ന് 7 8 പോകുമോ? ഇല്ല. 7 8 നമുക്ക് മൈനസ് ചെയ്യാൻ കഴിയില്ല. 8ന്ന് 7 മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ കടമെടുക്കും. ഇവന്റെ ഇല്ലാതെ നമ്മൾ തൊട്ടപ്പുറത്തുനിന്ന് കടമെടുക്കല്ലേ ചെയ്യാം. അപ്പൊ ഇവിടെ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇതെന്താവും? 17 ആയി അല്ലേ. ഈ 8 എന്തായി? 7 ആയി. ഇവിടെ നിന്ന് 1 പോയില്ലേ, ഒന്നെടുത്ത് ഇവന് കൊടുത്തു. ഈ 1 എടുത്തിട്ട് ഈ 7ന്റെ മുന്നിലിട്ട് കൊടുത്ത് അത് 17 ആയി. അപ്പം എന്താണ്? 17 മൈനസ് 8 എത്രയാണ്? 17 8 മൈനസ് ചെയ്ത് നോക്കൂ. 7 8 9 9 അല്ലേ. then 7 7 പോയ 0. അപ്പൊ 90 കിട്ടില്ലേ. ഇനി 90 പെൻസിൽസ് കൂടി മിൻഹക്ക് പാക്ക് ചെയ്യണം. ഹൗ മെനി ഡിഡ് ഷീ പാക്ക് ഇൻ ആൾ? അവൾ മൊത്തം പാക്ക് ചെയ്തത് 780. ഹൗ മെനി മോർ ആർ ദർ ടു ബി പാക്ക്ഡ്? പാക്ക് ചെയ്യണം അല്ലെ. 90 കൂടി പാക്ക് ചെയ്യണം. 90 കൂടി ആഡ് ചെയ്താലാണ് എത്ര കിട്ടുക? 870 കിട്ടുക. മിൻഹക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണല്ലേ ഇത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായില്ലേ? മിൻഹ വാസ് ആസ്ക്ഡ് ടു പാക്ക് 870 പെൻസിൽ. 870 പെൻസിലാണ് പാക്ക് ചെയ്യാൻ പറഞ്ഞത്. 7 പാക്കറ്റ്സ് ഓഫ് 100ഉം 8 പാക്കറ്റ്സ് ഓഫ് 10ഉം ആയിട്ട് പാക്ക് ചെയ്തു. 700ഉം 80യും കിട്ടിയല്ലേ. 7 into 100 700, 8 into 10 80. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ നമുക്ക് കിട്ടിയല്ലേ. 700 plus 80 780. ഇനിയും ആദ്യം എത്രയാണ് പാക്ക് ചെയ്യാൻ പറഞ്ഞത്? 870 ആണ്. മിൻഹ പാക്ക് ചെയ്തത് 780 ആണ്. അപ്പം ഇനി 90 കൂടി പാക്ക് ചെയ്യാനുണ്ട്. അപ്പം മിൻഹ പാക്ക്ഡ് 780 പെൻസിൽസ്. ഹൗ മെനി മോർ ആർ ദർ ടു ബി പാക്ക്ഡ് അല്ലേ. 90 കൂടിയാണ് ഇനി പാക്ക് ചെയ്യാനുള്ളത്. ഇത് രണ്ടുമാണ് ക്വസ്റ്റ്യൻ. മിൻഹ പാക്ക് ചെയ്തത് 780യും ഇനി 90 കൂടി പാക്ക് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് പെൻഷൻ. എന്താണ് പെൻഷൻ? വയസ്സായ ആളുകൾക്ക് കിട്ടുന്ന പൈസയാണ് പെൻഷൻ. അപ്പോൾ എന്താണ്? ഈ മുത്തശ്ശിക്ക് പെൻഷൻ പൈസ കിട്ടി. അപ്പോൾ ആ പൈസ എങ്ങനെയാണ് മുത്തശ്ശി വീതിക്കുന്നത്? മുത്തശ്ശി പറയാം 200 rupees ടു ദി മിൽക്ക് മാൻ. എന്താണ്? 200 രൂപ പാൽക്കാരന്. 500 rupees ടു ദി ഗ്രോസറി. 500 രൂപ സാധനം വാങ്ങാൻ ഗ്രോസറി. 100 rupees ടു മിൻഹ. 100 രൂപ എന്താണ്? മിൻഹ. ടു ബി ഗിവൺ. ഇങ്ങനെയാണ് മുത്തശ്ശി കൊടുത്തത്. ഹൗ മച്ച് ഇൻ ആൾ? മൊത്തം എത്രയാണ്? ടോട്ടൽ എത്രയാണ് അല്ലെ. ടോട്ടൽ കിട്ടാൻ ഈ പൈസ എല്ലാം കൂടി ആഡ് ചെയ്താൽ പോരെ. 200 മിൽക്ക് മാന്, പിന്നെന്താണ് 500 സാധനം വാങ്ങാൻ, then എന്താണ് 100 ടു മിൻഹ. അപ്പൊ ടോട്ടൽ എത്രയാണ് കിട്ടിയത്? 0 0 5 6 7 8 അല്ലേ. 800. 800 ഇവിടെ എഴുതുക. മിൻഹ എന്താണ് പറയുന്നത്? ഐ വിൽ ഡെപ്പോസിറ്റ് ദി 100 rupees ഗ്രാൻഡ്മ ഗേവ് മീ ഇൻ പിഗ്ഗി ബാങ്ക്. ഗ്രാൻഡ്മ തന്ന 100 രൂപയില്ലേ, 100 രൂപ ഞാൻ എന്താണ് എന്റെ പിഗ്ഗി ബാങ്കിൽ വെക്കുമെന്നാണ് പറയുന്നത്. എന്താണ് പിഗ്ഗി ബാങ്ക്? കാശിക്കുഞ്ചിയില്ലേ, കാശിട്ട് വെക്കുന്ന പെട്ടി, അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും, വെക്കും. 100 രൂപ വെക്കും. അപ്പൊ എന്താണ് ഫാദർ പറയണത്? ഐ വിൽ ഗീവ് യു 1 rupee ഈച്ച് ഡേ. ഞാൻ എന്താണ് എല്ലാ ദിവസവും നിനക്ക് 1 രൂപ വെച്ചിട്ട് തരാമെന്ന്, 1 rupee തരാം. മിൻഹ wrote in a card how much she had in her money box each day. Can you complete it? മിൻഹ എന്താണ് അവർക്ക് ഓരോ ദിവസം കിട്ടുന്ന പൈസയും ഒരു കാർഡിൽ എഴുതി വെച്ചു. ഈ കാർഡിൽ ഈ ബോക്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ഫസ്റ്റത്തെ ദിവസം എന്താണ്? ഫസ്റ്റത്തെ ദിവസം മിൻഹക്ക് 100 രൂപ ഗ്രാൻഡ്മ കൊടുത്തു. 100 എമൗണ്ട് 100. ഇതെന്താണ്? ഒരു പ്ലേസ് വാല്യൂ കാർഡിൽ എഴുതിയതാണ്. എന്താണ്? രണ്ടാമത്തെ ദിവസം ഗ്രാൻഡ്മ കൊടുത്ത 100 അവിടെ തന്നെ ഉണ്ടാവില്ലേ. നിങ്ങൾ പെട്ടിയിൽ കാശിക്കുഞ്ചിയിൽ ക്യാഷ് ഇട്ടാൽ നിങ്ങൾ ആദ്യം ഇട്ട പൈസ അതിലുണ്ടാവും. പിന്നെ രണ്ടാമത്തെ ദിവസം ഫാദർ എന്താണ് 1 രൂപ കൂടി തരികയാണ്. 1 rupee കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ് 101 രൂപയായില്ലേ. 100 + 1
101 ആയി അല്ലേ. തേർഡ് ഡേ മൂന്നാമത്തെ ദിവസം ഗ്രാൻഡ്മ കൊടുത്ത 100ഉം പിന്നെന്താണ് ഫാദർ കൊടുത്ത 1 രൂപന്റെ കൂടെ 1 രൂപ കൂടി ആഡ് ചെയ്യുക. അപ്പൊ 2 രൂപയായി അല്ലേ. 100 + 2 102 ആയി. നാലാമത്തെ ദിവസം ഗ്രാൻഡ്മ കൊടുത്ത 100ഉം ഫാദർ ആദ്യം കൊടുത്ത 2ലേക്ക് പിന്നെ നാലാമത്തെ ദിവസമായപ്പോൾ ഒരു 1 കൂടി ആഡ് ചെയ്യും അല്ലേ. ഓരോ ദിവസവും ഓരോ രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരു 1 കൂടി 2ലേക്ക് ആഡ് ചെയ്താൽ 3 ആയി. അപ്പൊ എന്താണ് 103 ആയില്ലേ. 102ലേക്ക് ഒന്നുകൂടി ആഡ് ചെയ്താൽ 103 103 ആയി. അങ്ങനെ ഫിഫ്ത് ഡേ എന്തായിരിക്കും അല്ലേ. ഗ്രാൻഡ്മ കൊടുത്ത 100ഉം അല്ലെ ഈ 3ലേക്ക് 1 രൂപയുടെ ഫാദർ കൊടുക്കും. അപ്പൊ 4 ആയി അല്ലെ. 100 + 4 എന്താണ് 104 ആയി അല്ലെ. സിക്സ്ത് ഡേ എന്തായിരിക്കും 105 ആവും. സെവൻത് ഡേ 106 ആവും. എയ്ത്ത് ഡേ 107 ആവും. ഓരോ രൂപ വെച്ചിട്ടും കൂട്ടി കൂട്ടി ചെയ്ത് ആദ്യം ഗ്രാൻഡ്മ കൊടുത്ത 100 അവിടെ തന്നെ ഉണ്ടാവില്ല, ബോക്സിൽ ഉണ്ടാവും. എന്നിട്ട് ഓരോ ദിവസവും എന്താണ് ഓരോ രൂപ വെച്ചിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ എന്താണ് ഓരോ ദിവസവും ഓരോ രൂപ വെച്ചിട്ട് ആഡ് ചെയ്യുക. സെക്കൻഡ് ഡേ മുതലാണ് ഫാദർ 1 രൂപ വെച്ച് കൊടുക്കുന്നത്. ഫസ്റ്റ് ഡേ 100 ഉള്ളൂ, സെക്കൻഡ് ഡേ ഒരു 1 ആഡ് ചെയ്ത്, തേർഡ് ഡേ 2 ആഡ് ചെയ്യും, ഫോർത്ത് ഡേ 3 ആഡ് ചെയ്യും, ഫിഫ്ത് ഡേ എന്താണ് 4 ആഡ് ചെയ്തു അല്ലേ. 100 + 4 എഴുതും. ഇപ്പൊ എന്താണ് 104 ആയില്ലേ. 104 ആയി. സിക്സ്ത് ഡേ എന്താണ് 100 + 5 ചെയ്തു. 105 ആയി. 105 ആയി. എയ്ത്ത് ഡേ 100 + 7 ചെയ്യുക. നയൻത്ത് ഡേ 100 + 8 ചെയ്യുക. 108 ആയി. 10th ഡേ 100 + 9 ചെയ്യുക. 109 ആയി. 11th ഡേ 100 + 10 ചെയ്താൽ 110 110 ആയി. ഇവിടെ നിങ്ങൾ നോക്കൂലേ, ഫസ്റ്റത്തെ ഡേ അല്ല മിൻഹക്ക് 1 രൂപ കിട്ടുന്നത്. രണ്ടാമത്തെ ദിവസം മുതലാണ് അച്ഛൻ 1 രൂപ കൊടുത്തു തുടങ്ങുന്നത്. മൂന്നാമത്തെ ദിവസം 2 രൂപയാവും. നാലാമത്തെ ദിവസം 3 രൂപ. അഞ്ചാമത്തെ ദിവസം 4 രൂപ. ഒന്ന് കുറവാണല്ലേ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ദിവസം 9 രൂപ. അങ്ങനെയാണെങ്കിൽ 21ാമത്തെ ദിവസം 21st ഡേ എത്രയായിരിക്കും? ഹൗ മച്ച് ഓൺ ദി 21st ഡേ അല്ലേ. 20 രൂപയല്ലേ കിട്ടുക. ഒന്ന് കുറവായിട്ടാണ് കിട്ടുന്നത്. ഫസ്റ്റത്തെ ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ ദിവസം മുതലാണ് 1 രൂപ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എത്രയാണ്? 100 + 20 ആണ്. അപ്പോൾ 120 എന്ന് കിട്ടും. നെക്സ്റ്റ് എന്താണ്? ഹൗ മച്ച് ഓൺ ദി 54th ഡേ 54ാമത്തെ ദിവസം എത്ര കിട്ടും അല്ലേ. 53 രൂപയാണ് കിട്ടുക. 53 ആണ് കിട്ടുക. അപ്പോൾ 100 + 53 എത്രയാണ്? 153. ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.